ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ശ്രമിച്ചാലുണ്ടല്ലോ. മര്യാദയ്ക്ക് മുതലാളിയോട് മാപ്പ് ചോദിക്കും. എന്നാ ഞാൻ വിടാം. ഞാൻ നിങ്ങളെ വിടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ. സാറിനോട് മാപ്പ് ചോദിക്കും. എന്നിട്ട് ഗുലാബ് കുടുംബത്തിലേക്ക് തിരിച്ചു പോവുക. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. അമ്മേ മാറിക്കാൻ ഞാൻ കടിച്ചിട്ട് വരാം. എങ്ങോട്ടാടാ? അതെ, എനിക്ക് കുറച്ച് ഡോക്യുമെന്റ്സിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാനുണ്ട്. ഞാൻ പോയി എടുത്തിട്ട് വരാം. അയ്യോ അയ്യോ, ആരെങ്കിലും ഓടി വരണേ, എന്റെ തല പോയി. എന്താ വീട്? എന്നെ വിടാനല്ലേ പറഞ്ഞ? എന്നെ വിടാനാ പറഞ്ഞ? പ്രിയ, ഓടിക്കരുത്. ഒന്ന് വേഗം വാ. ഇവളൊന്ന് പിടിച്ചിട്ടെന്നെ സഹായിക്കും. കൊട്ടാരത്തിൽ കഴിഞ്ഞതാണോ അതോ തൊഴുത്തിൽ കഴിഞ്ഞതാണോ? നോക്ക്, രാവിലെ എത്ര വൃത്തിയാക്കിയിട്ട് പോയതാ. നാശമാക്കി കണ്ടില്ലേ? എന്റെ എടുത്ത് പിന്നെ ശരിയാക്കാം. എന്നെ ഒന്ന് സഹായിക്കും പ്ലീസ്. ഇതൊക്കെ ശരിയാണ്. മര്യാദയ്ക്കൊരു സഹായം ചെയ്യില്ല. വീട് നശിപ്പിക്കുന്നതിനുള്ള മുമ്പിൽ മര്യാദയ്ക്കുള്ള പിടിച്ച് കെട്ടിയില്ല. ഇവളെന്താ കാട്ടുപൂച്ചയോ? എന്റെ കൈകൾ മാന്തി പൊളിച്ചു ഇവള്. ഇവളെ ഞാൻ ഇവളെ നിങ്ങളിങ്ങനെ കെട്ടിയിടുന്നത് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. സാറിനോട് മാപ്പ് ചോദിക്കണം. അതോടെ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ അല്ല എന്നെ പഠിപ്പിക്കണ്ടേ. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യും, മനസ്സിലായോ? എന്ന് വെച്ചാ ഇവൾ ഇവിടുന്ന് പോവൂലെന്ന്. നമ്മുടെ തലേ കയറി ഡിസ്കോ ഡാൻസ് കളിക്കുമെന്ന്. റിയാ, കണ്ടല്ലോ നിന്റെ ചേട്ടത്തിയെ. ഇവളിനി എന്തൊക്കെ പുകിലാണോ എന്തോ കാണിക്കുന്നത്. എനിക്കാണേ കുപ്പി വന്ന് തലയിൽ തട്ടിയ പിന്നെ എല്ലാം 2-3 കൈയാ കാണണേ. തലയും കറങ്ങുന്നു. ചേട്ടത്തി, അതെ, ഒരു മിനിറ്റ്. ഇവരുടെ കാര്യം നിക്കട്ടെ. ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. നമുക്കത് ഈ തലയുടെ കാര്യം ശരിയാക്കാം. ഇവിടെ വിടരുത്. അതൊന്നും ചേട്ടൻ വിടില്ല. ടൗണിലെ ഓരോ അമ്പലത്തിലെയും ഒരു കാണിക്കവഞ്ചിയും ഒരിക്കലും ഒഴിഞ്ഞിരിക്കാൻ പാടില്ല. മനസ്സിലായോ? ഒരു പ്രസാദത്തിനും ഒരു കുറവും ഉണ്ടാവരുത്. നീ അച്ഛനാവാൻ പോവാടാ മോനെ, ഞാൻ മുത്തച്ഛനും. അതുകൊണ്ട് നീ വിശാലമായിട്ട് ദാനം ചെയ്യ. ഗുലാബ് സിംഗിന്റെ വംശം വലുതായിക്കൊണ്ടിരിക്കുക. അച്ഛ, പക്ഷേ വംശം മുന്നോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കണ്ടേ? എന്റെ ഗർഭത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. നീ എന്താ പറഞ്ഞത്? ഇവിടെ ഇത്രയും ദിവസമായിട്ട് നീയൊക്കെ ഇവിടത്തെ വക്കീലടാ. നിന്റെ ഭാര്യ ഇത്രയും ദിവസം ഞങ്ങളോടൊക്കെ കള്ളം പറഞ്ഞിട്ട് നിനക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? നമ്മുടെയൊക്കെ പ്രതീക്ഷ തകർത്തുകൊണ്ട് പാപോ ഇവിടെ ചെയ്തിരിക്കുന്നേ. ഇതിന്റെ ശിക്ഷ ഇവിടെ അനുഭവിച്ചേ തീരും. ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ ഇവളുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഇന്നു മുതൽ ഇവളുടെ നിഴല് പോലും ഗുലാബ് സിംഗിന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് പതിച്ചു പോകരുത്. ഇവളെ വീട്ടിൽ നിന്നും പുറത്താക്കുക ഇപ്പോൾ തന്നെ, വേഗം. പക്ഷേ അച്ഛാ. അതെ, ഇറങ്ങിക്കോടുന്ന അനുരാഗ്, അരുത്. അരുത്. ഞാൻ പറയട്ടെ. മുത്തശ്ശി, 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 പ്ലീസ് വേണ്ടെന്ന് പറയും മുത്തശ്ശി. ഇങ്ങനൊരു പെണ്ണിനെ കൊണ്ട് ഇവിടെ എന്ത് കാര്യം? കുടുംബത്തിന് അവകാശം തരാൻ പറ്റാത്ത ഇവളെന്തിനാ ഇവിടെ? ഇല്ല.
ഞങ്ങളുടെ ഇവിടെയൊക്കെ രാവിലെ എന്ന് പറഞ്ഞാ നേരം വെളുക്കുന്ന സമയം. എഴുന്നേക്ക്. ഇനിയിപ്പോ സ്വൈര്യമായിട്ട് ഉറങ്ങണമെന്നാണെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് സോറി പറയൂ. എന്നിട്ട് നിങ്ങളുടെ രാജകൊട്ടാരത്തിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കും. ഞാൻ മാപ്പ് ചോദിക്കുന്നുള്ള മോഹം കൈ വെച്ചാ മതി. മാപ്പ് എന്തായാലും ചോദിച്ചേ പറ്റൂ. എങ്ങനെയെങ്കിലും ഫോണൊന്ന് കൈക്കലാക്കണം. പിന്നെ കാണിച്ചു തരാം. ഞാനിവിടെ ഒറ്റയ്ക്ക് കിടന്ന് വേവുക. ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് സഹായിക്കേ? റിയ, റിയ വന്നേ. സോറി ചേട്ടത്തി, ഇന്ന് എന്റെ ജോലിയുടെ ആദ്യത്തെ ദിവസം എനിക്ക് പെട്ടെന്ന് തന്നെ പോണം. ഞാൻ ചേട്ടത്തിയെ സഹായിക്കാൻ റിയെ പറഞ്ഞുവിടാം. പോരെ? റിയെ പറഞ്ഞയക്കാന്ന്. റിയ ഒക്കെ കണക്ക് തന്നെ, ഒന്നിനെയും കാണില്ല. എല്ലാത്തിനും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ വീതി. എന്റെ കൈ ഒന്ന് അഴിച്ചു വിട്, എനിക്ക് വിശക്കുന്നുണ്ട്. ആ ശരി, ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം. മാപ്പ് ചോദിക്കുന്നതിന് മുമ്പ് ചുമ്മാ വിശന്ന് ചാവേണ്ട അവസ്ഥ വരണ്ട. എന്തു പറ്റി മോളെ? അതാ അച്ഛാ, നീ എന്താ ഇങ്ങനെ വിയർത്തിരിക്കുന്നേ? നോക്ക്, ഈ കുടുംബത്തിന് അനന്തരവാശിയാണ് നിന്റെ വയറ്റിലുള്ളത്. ആരോഗ്യം ശ്രദ്ധിക്കുക. ചെല്ല, പോയി റെസ്റ്റ് എടുക്ക. ചെല്ല. അനുരാഗ്. ലക്ഷ്മി, ഒന്ന് സൂക്ഷിക്കേ. വാ. നിക്ക്, ഒരു മിനിറ്റ്, ഞാൻ എടുക്കാം. വാ. ഇവൾക്ക് മുളവിന്റെ എരിവ് സഹിക്കാൻ പറ്റില്ലെന്നാ വല്യമ്മ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് കൊടുത്താൽ അവൾ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് പോയിക്കോളും. എന്നിട്ട് അവൾ സാറിന്റെ കാലിലൂടെ മാപ്പ് ചോദിക്കുകയും ചെയ്യും. കഴിക്ക. ഇനിയിപ്പോ എന്താ വേണ്ടേ? ഇത്രയും നേരം വിശക്കുന്നു വിശക്കുന്നു എന്നായിരുന്നല്ലോ പരാതി. ഇപ്പൊ മുമ്പിൽ കൊണ്ടുവച്ചപ്പോ കഴിക്കാൻ വയ്യേ? ഇനി മരിക്കാൻ വല്ല പരിപാടിയുണ്ടോ? കഴിക്ക. കഴിക്ക. ഇവന്റെ ശ്രദ്ധ തെറ്റിച്ച ഫോൺ കൈക്കലക്കേ പറ്റൂ. എന്ത് വൃത്തിയോടെ കാണിച്ചേ? ഒരാളുടെ മുഖത്തോട്ടാണ് തുപ്പുന്നേ. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. പിന്നെ നീ എന്തിനാ ഇത്ര എരിവ് തന്നെ? പോയി വേറെ എടുത്തോണ്ട് വാ. പോ. ഏയ് ഹലോ ഹലോ രാജകുമാരി, ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരു സമയത്ത് ഒരൊറ്റ ഭക്ഷണം ഉണ്ടാക്കൂ, മനസ്സിലായോ? അതാണെങ്കിൽ നിങ്ങൾ തുപ്പി നാശമാക്കി കളയും ചെയ്തു. ഞങ്ങൾ ഇതൊക്കെ തന്നെ കഴിക്കുന്നത്. ഇനി നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനോട് സോറി പറ. എന്നിട്ട് വീട്ടിലേക്ക് പോയി എന്നിട്ട് എന്താന്ന് വെച്ചാൽ കഴിച്ചോ. അതിപ്പോ നീ നിന്റെ അച്ഛൻ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീയും അദ്ദേഹത്തോട് പോയി മാപ്പ് ചോദിക്ക. എന്നിട്ട് ഈ ഗുണ്ട പണിയൊക്കെ ഒന്ന് നിർത്ത.
നിനക്കെന്തായാലും മാപ്പ് ചോദിക്കാൻ ഒരു കാരണമെങ്കിലും ഉണ്ടല്ലോ. എന്റെ വീടിനെ കുറിച്ചും എന്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല, മനസ്സിലായോ? എന്നാൽ നിനക്കും എന്റെ പേഴ്സണൽ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാൻ ഒരു അത് അവകാശവും ശരി. ഈ ബുദ്ധിമുട്ട് നിങ്ങൾ സ്വയം തിരഞ്ഞെടുത്താണ് മാഡം. കൊട്ടാരത്തിൽ നിന്ന് നേരെ കുടിലേക്കാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ തമാശയായിട്ടാണ് തോന്നുന്നല്ലേ? AC കാറിന്റെ ഗ്ലാസ് കുറച്ച് താഴ്ത്തി കഴിഞ്ഞാ അപ്പൊ നിങ്ങൾ ലോകം വേറെ രീതിയിലാണ് കാണുന്നത്. ഈ പുറത്ത് ചുട്ടുപൊള്ളുന്ന ഈ വെയിലുണ്ടല്ലോ, അത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനെ ഇളക്കി കളയും. വെള്ളം പൈപ്പ് വെള്ളം പോലും കുടിക്കാത്ത ആളല്ലേ? പിന്നെ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ നടക്കാൻ പോകുന്നത്? ഞങ്ങളൊക്കെ വളരെ പാവങ്ങളാ മാഡം. നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. മുതലാളിയോട് മാപ്പ് ചോദിക്കാൻ നിങ്ങൾ ഇനി എത്ര സമയം എടുക്കുന്നോ അത്രയും സമയം നിങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. മാത്രമല്ല എന്റെ കുടുംബം ഇവിടെ ബുദ്ധിമുട്ടേണ്ടി വരും, മനസ്സിലായോ?